ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ബറാത്ത് മുബാരക്. ബറാത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള പിടിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പിടിക്കറി എന്ന് പറയുന്ന പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പുഴുങ്ങലരി ചൂട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെച്ചതാണ്. ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനൊരു 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെള്ളമൊഴിച്ച് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കുന്നത്. ശേഷം പത്തിരിപ്പൊടി ചേർത്തിട്ട് ലൂസൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് ഞാൻ 2 ബാച്ചായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ആമീസിൻ്റെ പത്തിരിപ്പൊടി ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് ഇങ്ങനത്തെ എല്ലാ കാര്യത്തിനും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ കുഴച്ചാൽ പാകത്തിന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അത് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. കാരണം നമ്മളിത് പിടിയായിട്ട് ഉരുട്ടുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിത് അത്യാവശ്യം ക്വാണ്ടിറ്റി കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കാൻ. അതിന് ഒരു നുള്ളെടുത്തിട്ട് ഇതിൻ്റെ പിടി ഉണ്ടാക്കുക കേട്ടോ. പിടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്യുക, ശേഷം ഒന്നിങ്ങനെ ഉരുട്ടി കൊടുക്കുക കേട്ടോ. നമ്മൾ കുഞ്ഞിപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്നത് റൗണ്ട് ഷേപ്പിലാണ്. ഇത് ഒരു പിടി പോലെയാക്കിയിട്ട്, അതുകൊണ്ടാണല്ലോ പിടിക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫസ്റ്റ് ബാച്ച്, ഓരോ ബാച്ചായിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഫോയിലാണ് പരത്തി കൊടുക്കുന്നത്. നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇലയിലാണ് പരത്തുന്നത്. ഇവിടെ ഫോയിലിൽ പരത്തിയാലും മതി, ഇല വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുക്കട്ടെ. കണ്ടില്ലേ, ഇതുപോലെ അധികം വലുപ്പത്തിലല്ല, ഒരു ചെറുത് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക കഴിക്കാൻ. അധികം വലുപ്പം കൂടാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു ഫസ്റ്റ് ട്രിപ്പ് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളമൊക്കെ വെച്ച് തിളച്ച് വന്ന് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഞാൻ ഇത്രയാണ് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കാവട്ടെ. ഇത് 10 മിനിറ്റ് കൊണ്ട് കുക്കാവുന്ന സമയത്ത് നമുക്ക് അടുത്ത ബാച്ച് പരത്തിയെടുക്കണം. അങ്ങനെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ സ്റ്റീം ചെയ്യുന്ന സമയത്ത് പരത്തിയെടുത്തിട്ട് എല്ലാം കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിടി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെറും 10 മിനിറ്റേ വേണ്ടി വരുള്ളൂ. ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തൂവി കൊടുക്കാം കേട്ടോ. എന്നാൽ ഇതെല്ലാം വേറെ വേറെ ആയിട്ട് നിൽക്കും, കട്ട പിടിക്കാതെ. അങ്ങനെ ഓരോ ട്രിപ്പും നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം തൂവി കൊടുത്തിട്ട് ഇങ്ങനെ ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതാ സെക്കൻഡ് ബാച്ചും വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പിടി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പായസം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള അമേരിക്കൻ്റെ ഹാർവെസ്റ്റ് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ, ഇവിടുത്തെ തേങ്ങ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പാലില്ലാത്ത തേങ്ങയാണ്. അതുകൊണ്ട് ഞാൻ എന്നും ഈ പാലാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഈ കോക്കനട്ട് മിൽക്ക് ഈ ക്യാനായിട്ട് വരുന്നത് ഇതിന് നല്ല ഫ്ലേവർ ഉണ്ട്, നല്ലൊരു തേങ്ങേൻ്റെ ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ ഞാനിതൊരു 1.25 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ്. പിന്നെ അതിലേക്ക് 1.5 കപ്പ് വെള്ളം, അതായത് 1.25 ടിന്ന് തന്നെ ഞാനിത് ഒഴിച്ച് കൊടുക്കും. ശേഷം അതിൽ തന്നെ 1.5 ടിന്ന് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം കട്ടിയുള്ള ബാക്കി പാലവിടെ മാറ്റി വെക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മധുരം പിന്നെ നമ്മൾ പിടിയും പഴമൊക്കെ ചേർത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു 2 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഏലക്കപ്പൊടി നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഫ്ലേവർ തന്നെ നല്ലൊരു ഏലക്കയുടെ ഫ്ലേവറാണ്. അത് കറക്റ്റ് പാകത്തിന് എന്തായാലും കിട്ടണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അളവനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ പിടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിടിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മധുരം പിടിച്ച് വരണം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാനൊരു മീഡിയം പഴുപ്പുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പഴുപ്പുള്ള ചേർത്ത് കൊടുത്താൽ ഒരു അടിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു മീഡിയം പഴുപ്പുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇളക്കി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ല പഴത്തിൻ്റെ കളറൊക്കെ, ഇത് കളറ് മാറി നല്ല യെല്ലോ ഷെയ്ഡായിട്ട് വരണം. അതാണ് ഇതിൻ്റെ പാകം കേട്ടോ. അപ്പോഴത്തേക്കും നന്നായിട്ട് മധുരമൊക്കെ ഇതിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വരും. അപ്പോൾ കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. ഞാനൊരു 1/2 കപ്പ് കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. തിളച്ച് മറിയാതെ അടി പിടിക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലേ, പഴത്തിൻ്റെ കളറൊക്കെ മാറി വന്ന് നല്ല മഞ്ഞ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. അപ്പോൾ പിടിയിലും പഴത്തിലൊക്കെ തേങ്ങാപ്പാലും മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ടൈമിൽ.
കടലപ്പഴത്തിൻ്റെ കളർ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കടലപ്പരിപ്പ് വേവിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു കടിക്കുന്ന രീതിയിൽ വേണം, അധികം വെന്തടിഞ്ഞ് പോകാൻ പാടില്ല. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളുപ്പിട്ടിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തതാണ്, അടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം കേട്ടോ. പിന്നെ അതുകൂടി ചേർത്ത് നന്നായിട്ടൊരു 1-2 മിനിറ്റ് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പിടി ഉണ്ടാക്കിയ അതേ മാവുണ്ടല്ലോ, അരി ഉണ്ടല്ലോ, അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇങ്ങനെ കലക്കി കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം എന്തെങ്കിലും ഒരു നല്ലൊരു പിടുത്തം ഉണ്ടാവുള്ളൂ, ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓവറായിട്ട് അരി ചേർക്കാൻ പാടില്ല, അപ്പോൾ ഒരുപാട് കട്ടിയായി പോവും. ഇത് ഉണ്ടാക്കി കുറച്ച് ലൂസിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ചെയ്യണം കേട്ടോ, കാരണം കുറച്ച് കഴിഞ്ഞാൽ ഈ പായസം കട്ടി വരും. അപ്പോൾ അതുകൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക. കണ്ടില്ല, ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും മെയിനായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഉപ്പും പാകത്തിന് ഇട്ടാൽ ഈ പായസത്തിന് നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ പണിയുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ 1-ാം പാലുണ്ടല്ലോ, നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു 3/4 ടിന്നോളം 1-ാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കാരണം ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും. അപ്പോൾ ഞാനെല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും ബറാത്തിൻ്റെ പായസം വെക്കാൻ നോക്കുക. നമ്മുടെ നാട്ടിൽ ഇതാണ് കേട്ടോ മെയിനായിട്ട്. ബറാത്തിന് പെരുന്നാളിനൊക്കെ ഉണ്ടാകും. എൻ്റെ ഉമ്മാൻ്റെ പായസം ഭയങ്കര ടേസ്റ്റാണ്, നല്ല കൈപ്പുണ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബറാത്ത് മുബാറക്ക്. റമളാനൊക്കെ വരികയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.